Hi students, ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേഷൻ ഇൻ 8086. Objective: to describe physical address calculation in Intel 8086 with an example. 8086നെ പ്രീവിയസ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചർ പറഞ്ഞു, മെമ്മറി സെഗ്മെൻറ്റേഷൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 8086 എന്ന് പറയുന്ന ഒരു 16-bit പ്രോസസ്സറാണ്. അതിൻ്റെ മെമ്മറി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 MB ആണെന്ന് പറഞ്ഞു. അപ്പോൾ 1 MB നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 20 അഡ്രസ് ലൈൻസ് വേണം. അപ്പോൾ 20 അഡ്രസ് ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം 1 MB മെമ്മറിയെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് 2⁻20 = 1 MB. അപ്പോൾ നമുക്ക് 20 അഡ്രസ് ലൈൻസ് വെച്ചിട്ട് നമുക്ക് അഡ്രസ്സ് കൊടുക്കാൻ പറ്റുന്നത് റേഞ്ച് എന്ന് പറയുന്നത് 000000H തൊട്ട് FFFFH വരെയാണ്. 50H തൊട്ട് 5FH വരെയാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. കാര്യം 2⁻20 ആണെന്ന് പറഞ്ഞു. ഒരു പൊസിഷനിൽ നമുക്കറിയാം, ഒരു ഹെക്സാഡെസിമലിൻ്റെ ഒരു പൊസിഷനിൽ നമുക്ക് 4 ബിറ്റാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് 5 പൊസിഷൻ ഇവിടെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ 20 ബിറ്റ്. അപ്പോൾ അങ്ങനെയാണ് മാക്സിമം നമ്മൾ ഇവിടെ 5FH വരെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും മെമ്മറി. ഇനി നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് എന്താണെന്നും അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. നമ്മുടെ പ്രോസസ്സർ 16-bit പ്രോസസ്സറാണ്. പക്ഷേ നമ്മുടെ അഡ്രസ് ലൈൻ എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ്, ആക്ച്വൽ അഡ്രസ്സ് ആണ് ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത്. ആക്ച്വൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് 20 ബിറ്റ് ആണ്. പക്ഷേ നമ്മുടെ പ്രോസസ്സർ 16-bit ആണ്. അപ്പോൾ നമുക്ക് അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. കാര്യം ഇവിടെയുള്ള രജിസ്റ്റേഴ്സിൻ്റെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 16-bit ആണ്. അപ്പോൾ നമുക്ക് 20 ബിറ്റിനെ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സിനകത്തേക്ക് ഇതിനെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് 16-bit ആക്കിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മെമ്മറിയെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ചിതിനെ 20 ബിറ്റ് ആക്കി ഫിസിക്കൽ കറക്റ്റ് ആക്ച്വൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കൺവേർഷൻ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനന്ന് ആർക്കിടെക്ചർ പറഞ്ഞിരുന്നു അവിടെ ഒരു അഡ്രസ് ജനറേഷൻ യൂണിറ്റ് ഉണ്ട്. അതെങ്ങനെയാണ് അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കിവിടെ നോക്കാം. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ അഡ്രസ്സാണ്. അതെന്ന് പറയുന്നത് 20 ബിറ്റ് അഡ്രസ്സാണ്. ഒരു ബൈറ്റിൻ്റെ എന്നുവെച്ചാൽ ഒരു മെമ്മറിയുടെ 20 ബിറ്റ് അഡ്രസ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയാം. ഈ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ബേസ് അഡ്രസ്, ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഫോർമാറ്റാണ് ഈ ഫിസിക്കൽ അഡ്രസ്സിന്. അപ്പോൾ നമുക്ക് ബേസ് അഡ്രസ്സ് എന്താണെന്ന് നോക്കാം. ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെയാണ് നമ്മൾ ബേസ് അഡ്രസ്സ് എന്ന് പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ മെമ്മറി സെഗ്മെൻറ്റേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് 4 മെമ്മറി സെഗ്മെൻറ്റ്സ് ആണുള്ളത്. ഒരു സെഗ്മെൻറ്റിൽ 64 KB വീതമുള്ള 4 സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഡേറ്റ സെഗ്മെൻ്റ് ഉണ്ട്, കോഡ് സെഗ്മെൻ്റ് ഉണ്ട്, സ്റ്റാക്ക് സെഗ്മെൻ്റ് ഉണ്ട്, എക്സ്ട്രാ സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് സെഗ്മെൻറ്റിനെയാണോ ആക്സസ് ചെയ്യുന്നത് ആ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് അറിഞ്ഞെങ്കിൽ മാത്രമേ ആ സെഗ്മെൻറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സാണ്. അപ്പോൾ സെഗ്മെൻറ്റ് രജിസ്റ്ററിൻ്റെ ഓരോ സെഗ്മെൻറ്റ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ഡ്യൂട്ടി, ആ ഫംഗ്ഷനാണ് സെഗ്മെൻറ്റ് രജിസ്റ്ററിനുള്ളത്. അപ്പോൾ നമുക്ക് 4 സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ 4 സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബേസ് അഡ്രസ്സ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. അത് ഏത് സെഗ്മെൻറ്റ് വേണമെങ്കിലും ആവും. നമ്മൾ ഏത് സെഗ്മെൻ്റ് ആണോ അതിനെ ആക്സസ് ചെയ്യുന്നത്. ഡേറ്റ സെഗ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സാണ് ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഈ ബേസ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് ആരാണ്? സെഗ്മെൻറ്റ് രജിസ്റ്ററാണ്. കറസ്പോണ്ടിങ് സെഗ്മെൻറ്റ് രജിസ്റ്ററാണ് ആ ബേസ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഡേറ്റ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് ഡേറ്റ സെഗ്മെൻറ്റ് രജിസ്റ്റർ, കോഡ് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് കോഡ് സെഗ്മെൻറ്റ് രജിസ്റ്റർ, അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്താണ്, ബേസ് അഡ്രസ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ് ഓഫ്സെറ്റ് അഡ്രസ്സ് എന്നുള്ളതാണ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡേറ്റ സെഗ്മെൻറ്റിൻ്റെ
ഇപ്പം ബേസ് അഡ്രസ്സ് എന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്ന് അഞ്ചാമത്തെ അഡ്രസ്സാണ്, അഞ്ചാമത്തെ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മൾ 5 എന്നേ പറയുള്ളൂ ഓഫ്സെറ്റ് അഡ്രസ്സ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ്സിനെ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ബേസ് അഡ്രസ്സ് ആണ് പറയുക. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദി സെഗ്മെൻറ്റ്. ചില ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഓഫ്സെറ്റ് അഡ്രസ്സ് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് എത്രാമത്തെ ലൊക്കേഷൻ, അതിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയാം. ഓഫ്സെറ്റ് അഡ്രസ്സ് എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആണ്. ദാറ്റ് ഈസ് കറണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പോയിൻറ്റ്സ് ടു ദി അഡ്രസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഏത് ഇൻസ്ട്രക്ഷൻ ആണോ അതിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന ജോലിയാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്നുള്ളത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ ആണ് എപ്പോഴും ഓഫ്സെറ്റ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ അഡ്രസ്സിൻ്റെ ഫോർമാറ്റ് പറഞ്ഞു, ബേസ് അഡ്രസ്, ഓഫ്സെറ്റ് അഡ്രസ്സ് എന്നുള്ളതാണ്. ബേസ് അഡ്രസ്സ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് ആണ്. ഓഫ്സെറ്റ് അഡ്രസ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എത്രാമത്തെന്നുള്ളത് കാണിക്കാനായിട്ട്. ഇനി ഫിസിക്കൽ അഡ്രസ്സ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 20 ബിറ്റ് ആണ് ഫിസിക്കൽ അഡ്രസ്സ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ 2 അഡ്രസ്സാണ്. ബേസ് അഡ്രസ്സും ഉണ്ട്, ഓഫ്സെറ്റ് അഡ്രസ്സും ഉണ്ട്. ഓഫ്സെറ്റ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററും ബേസ് അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നത് സെഗ്മെൻറ്റ് രജിസ്റ്ററുമാണ്. അപ്പോൾ ഈ 2 അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ് അഡ്രസ്സ് 16 ബിറ്റ് ആണല്ലോ. അപ്പോൾ ആ ബേസ് അഡ്രസ്സിനെ ഒരു 4 ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഓഫ്സെറ്റ് അഡ്രസ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് കിട്ടുന്നത്. ഇനി ഒരിക്കൽ കൂടെ പറയാം, ഈ ബേസ് അഡ്രസ്സിനെ ഏതാണോ ബേസ് അഡ്രസ്സ്, അതായത് 16 ബിറ്റ് അഡ്രസ്സ് ഉണ്ടല്ലോ, സെഗ്മെൻറ്റ് രജിസ്റ്റർ ഹോൾഡ് ചെയ്യുന്ന അഡ്രസ്സ്, അതിനെ 4 ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിനോടൊപ്പം ഓഫ്സെറ്റ് അഡ്രസ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ് കിട്ടും. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പറയാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് ഇതാണെന്നിരിക്കട്ടെ, 2000H ആണെന്നിരിക്കട്ടെ. ഓഫ്സെറ്റ് അഡ്രസ്സ് 0020H. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേസ് അഡ്രസ് പ്ലസ് ഓഫ്സെറ്റ് അഡ്രസ്. അപ്പോൾ ഈ 2000Hനെ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ അത് എങ്ങനെയാണ് വരിക, 2വിന് കറസ്പോണ്ടിങ് 0010, പിന്നെ ഇതെല്ലാം സീറോസ് ആണ്, അപ്പോൾ ഫുൾ സീറോസ് വരും. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ബേസ് അഡ്രസ്സിനെ 4 തവണ ലെഫ്റ്റിലേക്ക് 4 ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനെ 4 തവണ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും എന്താണ് റൈറ്റ് മോസ്റ്റ് എൻഡിൽ ഒരു 4 സീറോസ് വരും. കാര്യം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി പോകല്ലേ. എത്ര തവണ നമ്മൾ ലെഫ്റ്റിലേക്ക് എത്ര ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നോ അത്രയും ബിറ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ സീറോസ് കൊണ്ട് ഫില്ലാവും. ഇത് കഴിഞ്ഞ സെമിസ്റ്ററിൽ മൈക്രോ കൺട്രോളർ പഠിച്ചപ്പോൾ അതിനകത്ത് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ ഞാനത് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തത് 0020 ആണ് ഓഫ്സെറ്റ് അഡ്രസ്സ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് നോക്കാം, 002വിന് കറസ്പോണ്ടിങ് 0010. അപ്പോൾ ഇതിങ്ങനെ എഴുതി എന്നിട്ട് ഇതിനെ ആഡ് ചെയ്താൽ മതി. ബിറ്റ് വൈസ് അഡീഷൻ ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് എങ്ങനെ കിട്ടും, ഇത് 2 ആണ്, 200220 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനേക്കാൾ ഒരു എളുപ്പ മാർഗ്ഗമുണ്ട്, അത് ഇങ്ങോട്ട് നോക്കിക്കൊള്ളാം. ഇവിടെ നമ്മൾ പറഞ്ഞു 2000H ആണ് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനെ ഇങ്ങനെ 4 തവണ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് അതിൻ്റെ റൈറ്റ് മോസ്റ്റ് എൻഡിൽ അതിൻ്റെ ഹെക്സാഡെസിമൽ അഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 അങ്ങ് പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ആവും. അപ്പോൾ ഈ 2000 സിമ്പിളായിട്ട് പറഞ്ഞെങ്കിൽ ഈ 2000 എന്നുള്ളതിനെ നമ്മൾ എന്താക്കുന്നു 20,000 ആക്കുന്നു. അതിൻ്റെ റൈറ്റ് സൈഡിലൊരു 0 ഇട്ടിട്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 0020 എന്ന് പറയുന്ന ഓഫ്സെറ്റ് അഡ്രസ്സും കൂടി ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് എന്താ കിട്ടുക, ഫൈനൽ ആൻസർ 200020H. ഇതാണ് ഇത് തന്നെ. അപ്പോൾ നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സും ഓഫ്സെറ്റ് അഡ്രസ്സും ആണ്. സെഗ്മെൻറ്റിൻ്റെ ബേസ് അഡ്രസ്സിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇടുക, ദാറ്റ് ഈസ് ഈക്വലൻ ടു ലെഫ്റ്റ് ഷിഫ്റ്റിംഗ് ഓഫ് 4 ബിറ്റ്. പിന്നെ നമ്മൾ ഓഫ്സെറ്റ് അഡ്രസ്സ് അതിൻ്റെ കൂടെ ചേർത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വൽ ഫിസിക്കൽ അഡ്രസ്സ്. ഇങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്നത്. താങ്ക്